നമസ്കാരം. തന്നെ അധിക്ഷേപിച്ചവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച നടിമാരിൽ ഒരാളാണ് ഹണി റോസ്. തനിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും കടുത്ത ഭാഷയിൽ അപമാനിക്കുകയും ചെയ്ത വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ അവർ പരാതി നൽകുകയും ചെയ്തിരുന്നു. നിയമ പോരാട്ടത്തിനൊടുവിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവാദത്തിൽ ഹണി റോസിനെതിരെ ഒരു ഭാഗം ആളുകൾ രംഗത്തെത്തിയിരുന്നു. ഹണിയുടെ വസ്ത്രധാരണത്തിനെതിരെയായിരുന്നു അവരുടെ തിട്ടൂരം. ഹണി മലയാളി പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുകയാണെന്നും ചിലർ ആക്ഷേപമുയർത്തി. ഇപ്പോഴിതാ ഇത്തരം അധിക്ഷേപങ്ങൾക്ക് മറുപടി നൽകുകയാണ് ഹണി റോസ്. ഒപ്പം നടി വിവാഹിതയാകുന്നുവെന്ന വാർത്തകളും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചും പ്രണയ രഹസ്യത്തെക്കുറിച്ചുമെല്ലാം താരം മറുപടി നൽകി. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചുള്ള നിലപാടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഹണി റോസ് പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചോദ്യമല്ല ഇത്. കാരണം എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒരുമിച്ചാണ് ഒരു തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച ഒരു പുരുഷൻ എൻ്റെ തലയിൽ കയറി നിന്ന് ഭരിക്കുന്നത് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. ജീവിതത്തിൽ സമത്വത്തിനും ബഹുമാനത്തിനും ഒരുപാട് വില കൽപ്പിക്കുന്ന ആളാണ് ഞാൻ. നടി ഹണി റോസ് വിവാഹിതയാകുന്നുവെന്ന വാർത്തയോടുള്ള മറുപടി ഉണ്ടാവട്ടെ, ഭാവിയിൽ ഉണ്ടാവട്ടെ. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്. എന്നെ സംബന്ധിച്ച് നല്ലൊരാൾ ജീവിതത്തിലേക്ക് വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആ നല്ലൊരാളിലാണ് സന്തോഷം കിടക്കുന്നത് മുഴുവൻ. എങ്ങനെ നല്ലൊരാളെ കണ്ടെത്തുമെന്നാണ് ചോദ്യം. ബുദ്ധിമുട്ടിക്കുന്ന ഒരു ടോക്സിക് ബന്ധത്തിൽ തുടർന്നു പോകാൻ പറ്റുന്ന ഒരാളെ അല്ല ഞാൻ. എനിക്ക് എൻ്റെ സ്വഭാവം നന്നായി അറിയാം. ഏറ്റവും സന്തോഷവും സമാധാനവും തരുന്ന ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള വളരെ തുറന്ന മനസ്സുള്ള ആളെ മാത്രമേ എനിക്ക് ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റൂ എന്നാണ് ഹണി റോസ് പറഞ്ഞത്. ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ ഇല്ല. അങ്ങനെ ഒരാളെ കണ്ടു, അയാളാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടതെന്ന് 100% ബോധ്യപ്പെട്ടാലേ നോക്കുകയുള്ളൂ എന്നാണ് ഹണി റോസ് ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. ജീവിതത്തിൽ പ്രണയം ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ വിരഹം അനുഭവിച്ചിട്ടുണ്ട്. വളരെ ജെന്യൂൻ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വ്യക്തിയായിരിക്കണം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയുമായി ഒരു ജീവിതം ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ BP കൂട്ടുന്ന ആളെ ജീവിതത്തിലേക്ക് എടുക്കാനാകില്ല. ഞാൻ സമാധാനം വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ്. മലയാളി ആണുങ്ങൾ ഹിപ്പോക്രാറ്റ്സ് ആണെന്ന് കരുതുന്നില്ല. എൻ്റെ പാർട്ട്ണർ മലയാളിയാണെന്ന നിർബന്ധവും എനിക്കില്ല. ഈ വിവാദങ്ങൾക്കിടയിൽ വന്നൊരു ചർച്ചയാണ് മലയാളി പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്നത്. അങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്നവരൊക്കെ ഞാൻ എത്രയോ വർഷങ്ങളാണ് ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇവിടെയൊക്കെ നിരവധി പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും ഇങ്ങനെയൊരു ദാരിദ്ര്യം ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ കുറച്ചാളുകൾ ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചാണ് പറയുന്നത്. സമൂഹത്തിൽ വളരെ മാന്യരായിട്ടുള്ള സ്ത്രീകളോട് നന്നായി പെരുമാറാൻ അറിയാവുന്ന ഒരു ധാരാളം പുരുഷന്മാരുണ്ടെന്ന് ഹണി റോസ് വ്യക്തമാക്കുന്നുണ്ട്.